തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വ്യാജ വോട്ടിൽ മങ്ങിയോ? ക്രമക്കേടുകൾ വസ്തുതയോ രാഷ്ട്രീയ ആരോപണമോ? എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതം ഇന്ത്യയൊന്നാകെ അലയടിക്കുകയാണ്. BJPയുടെ വിജയം വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തത് മൂലമാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞത് തെളിവുകൾ നിരത്തിയാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം രാഹുലിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളവോട്ട് ചേർക്കൽ കേരള രാഷ്ട്രീയത്തിലും അലയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. BJPക്കെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം കോൺഗ്രസും ഇടതുപക്ഷവും കരുതലോടെ മുതലെടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. വ്യാപകമായി കള്ളവോട്ട് ചേർത്തുവെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അടഞ്ഞു കിടക്കുന്നതും അതേ വീട്ടിലെ ആളുകൾ സ്ഥലത്തില്ലാതിരുന്നിട്ടും അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ നിന്നും 30 പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തൃശൂരിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറഞ്ഞതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 52-കാരി പ്രസന്നയുടെ 4C ഫ്ളാറ്റിന്റെ വിലാസത്തിൽ കുറെ പേരെ ചേർത്തുവെന്നാണ് അവർ പറഞ്ഞത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പുതിയ വോട്ടർമാർ കൂടിയത് തൃശൂർ ജില്ലയിലാണെന്നതും ശ്രദ്ധേയമാണ്. 1,46,673 പുതിയ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. വിവാദം കനക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും വ്യാജ വോട്ടർ പട്ടികയിൽ എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവർ 2024 വോട്ട് ചെയ്തത് തൃശൂരിലാണ്. തൃശൂർ വിവാദത്തിൽ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും തൃശൂരിൽ വോട്ടുണ്ടായിരുന്നെന്ന് കണ്ടെത്തിയതായി അനിൽ അക്കരെ പറയുന്നു. വോട്ട് മാത്രമല്ല, ഇരുവർക്കും 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്നും പറയുന്നു. അതുപോലെ തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിൽ വോട്ടുണ്ടായിരുന്ന RSS നേതാവ് ഷാജി വരവൂരിനും ഭാര്യ KM ദീപ്തിക്കും 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നതായി രേഖകളിൽ കാണുന്നു. നിയമപരമായി ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 2 കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തടവും പിഴയും ലഭിക്കാനിടയുള്ളതുമാണ്. വിവാദങ്ങൾ ചൂടുപിടിച്ചു വരുന്നതിനിടയിൽ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാണിച്ച് KSU പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ വന്ദേ ഭാരത് ട്രെയിനിലെത്തി. BJP പ്രവർത്തകർ അദ്ദേഹത്തിന് വൻ സ്വീകരണവും ഒരുക്കിയിരുന്നു. CPM മാർച്ചിനിടെ പരിക്കേറ്റ BJP പ്രവർത്തകരെ അദ്ദേഹം സന്ദർശിച്ചു. MP ഓഫീസിലെത്തിയ സുരേഷ് ഗോപി തന്റെ ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച സ്ഥലവും സന്ദർശിച്ചിരുന്നു. എന്നാൽ മാധ്യമങ്ങളുടെ ഒരു വാക്കിന് പോലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കെ ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രം പ്രതികരിച്ച് MP ഒഴിഞ്ഞുമാറി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ വ്യാജ ആരോപണങ്ങൾ വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 10 വർഷമായി യാതൊരു ഭരണ നേട്ടവും കാണിക്കാനില്ലാത്തതിനാൽ ജനശ്രദ്ധ മാറ്റുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ രാഹുൽ ഗാന്ധി വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പൊളിയുന്നതായി കണ്ടുവരുന്നു. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ശ്രദ്ധ തിരിക്കലാണ് ഈ ആരോപണങ്ങളെന്നും അതിൽ മാധ്യമങ്ങൾ പെട്ടുപോകരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വോട്ടർ പട്ടിക പരിശോധിക്കാനും പരിഹരിക്കാനും അവസരങ്ങളുണ്ട്. വീണ്ടും പരാതി വന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനു മുകളിൽ കോടതിയുമുണ്ട്. തെളിവുകൾ കൈവശമുള്ളവർക്ക് നടപടി സ്വീകരിക്കാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നിന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനാൽ ഉത്തരം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരാണെന്നും MA ബേബി പറയുന്നു. വിവാദങ്ങൾക്കിടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഭരണ പ്രതിപക്ഷങ്ങളെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഒരു മണ്ഡലത്തിൽ 60,000-ന് മുകളിലുള്ള വോട്ട് ചേർത്തെന്ന് ആരോപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നെന്നും നിങ്ങളൊക്കെ തൂങ്ങിച്ചാവുന്നതാണ് നല്ലതെന്നും K സുരേന്ദ്രൻ തുറന്നടിച്ചു. 6 മാസം തുടർച്ചയായി താമസിക്കുന്ന ആർക്കും
അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. കോൺഗ്രസ് CPM നേതാക്കൾക്കും ഇത്തരത്തിൽ വോട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വോട്ടർ പട്ടിക വിവാദവും കള്ളവോട്ട് ചേർക്കലും വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി MP മൗനം മറ്റൊരു ചർച്ചാ വിഷയമാകുന്നു. അദ്ദേഹത്തിന്റെ മറുപടിക്കായാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അധികാര വടംവലിക്കിടെ വിജയത്തിനായി കള്ളവോട്ട് ചേർക്കലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ജനപ്രതിനിധികൾക്ക് ചേർന്നതല്ല. നല്ല ഭരണം കാഴ്ചവെക്കുകയും നല്ലൊരു നേതാവിൽ നിന്ന് ജനോപകാരപ്രദമായ കാര്യങ്ങളുമാണ് സാധാരണ വോട്ടർമാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആരോപണങ്ങൾ തെളിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ മലയാളിക്കും അവൻ്റെതായ രാഷ്ട്രീയ മത കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നുള്ളതും മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.